എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. മാതാ അമൃതാനന്ദമയി ദേവിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അമ്മ, ആശ്ലേഷിക്കുന്ന വിശുദ്ധ എന്നൊക്കെയാണ് അമ്മയെ അനുയായികൾ വിശേഷിപ്പിക്കുന്നത്. 1953 സെപ്റ്റംബർ 24 ജനിച്ച അമ്മയുടെ പൂർവാശ്രമത്തിലെ പേര് സുധാമണി എന്നായിരുന്നു. ഹിന്ദുക്കളുടെ ആത്മീയ ഗുരുവായിട്ടാണ് അമ്മ അറിയപ്പെടുന്നത്. അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ചാൻസലറാണ് ദേവി. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമ്മയെ സ്വച്ഛ ഭാരത് മിഷന് നൽകിയ സംഭാവനകളെ മാനിച്ച് ആദരിച്ചു. ഒരുപാട് ആദരവുകളും പദവികളും ഒക്കെ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ പറയക്കടവ് എന്ന ഗ്രാമത്തിലാണ് അമ്മ ജനിച്ചത്. അരയ കുടുംബത്തിലാണ് ജനിച്ചത്. സുഗുണാനന്ദൻ അച്ഛൻ്റെയും ദമയന്തി അമ്മയുടെയും മൂന്നാമത്തെ മകളായിട്ടാണ് കൊച്ചു സുധാമണിയുടെ ജനനം. തൻ്റെ ആഹാരം കുട്ടിക്കാലത്ത് തൊട്ട് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്കും ഇന്ന് വേണ്ട കന്നുകാലികൾക്ക് വരെ പകുത്ത് നൽകുമായിരുന്നു. അന്നത്തെ കാലം വളരെ ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഭക്ഷണം കിട്ടുമ്പോൾ തന്നെ അത് മറ്റുള്ളവർക്ക് പകുത്ത് നൽകിയതിന് ശേഷം മാത്രമേ കൊച്ചു സുധാമണി കഴിക്കുന്നുള്ളായിരുന്നു. സ്കൂളിൽ 4ാം ക്ലാസ് വരെ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പാവങ്ങളെയും അടുത്തുള്ള കന്നുകാലികളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി. 1979 അമൃതാനന്ദമയി എന്ന പേര് സ്വീകരിച്ചു. 1981 അമൃതാനന്ദമയി മിഷൻ രജിസ്റ്റർ ചെയ്തു. 1990 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഉയർന്നു. 1996 അമൃത കുടീരം, പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി തുടങ്ങി. 1998 ഇടപ്പള്ളിയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന സ്ഥാപനം തുടങ്ങി. ലോകമെമ്പാടുമുള്ള അമൃതാനന്ദമയി ശിഷ്യർ ചേർന്ന് ഈ സ്ഥാപനത്തിൽ ഏതാണ്ട് 2000-ലേറെ ആശ്രമങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, സ്കൂളുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജ്, ആശുപത്രികൾ എന്നിങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിച്ചു. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും 25,000-ലേറെ വീടുകൾ പാവങ്ങൾക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. 50,000-ലേറെ അനാഥ സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്നുണ്ട്. 2004 സുനാമി ബാധിച്ച ഒരുപാട് ആൾക്കാരെ സഹായിച്ചു. ദരിദ്രരെ നിസ്വാർത്ഥമായി സേവിക്കുന്നതിലൂടെ ദൈവത്തെ പൂജിക്കുകയാണെന്നും ദൈവം എല്ലാവരിലും ഉണ്ടെന്നും അമ്മ ഉദ്ബോധിപ്പിക്കുന്നു. എൻ്റെ സ്വന്തം ഒരനുഭവം പറയട്ടെ. എൻ്റെ കുട്ടിക്കാലത്ത് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറിൻ്റെ അനിയത്തി കുട്ടികളില്ലാതെ ഒരുപാട് നാൾ, ഏതാണ്ട് 10 വർഷക്കാലം, ഒരുപാട് നാളുകൾക്ക് മുമ്പാണ്, ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പാണ് വിഷമിച്ചിരുന്നു. അവർ എപ്പോഴും അമൃതാനന്ദമയ്യെ കാണാൻ പോകുമായിരുന്നു. അമ്മ എപ്പോഴും ആശ്ലേഷിക്കുമ്പോൾ പറയും, മകളെ നിനക്ക് 2 കുഞ്ഞുങ്ങൾ ഉറപ്പായും ഉണ്ടാകും. എൻ്റെ ടീച്ചറിൻ്റെ അനിയത്തി എപ്പോഴും അതിൽ സങ്കടപ്പെട്ട് നടക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഗർഭിണിയായി. 6ാം മാസത്തിൽ പ്രസവ വേദനയായി പ്രസവിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. കുഞ്ഞ് മരിച്ചു പോകുമെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ ആ കുഞ്ഞ് അവർ വളരെ ശ്രദ്ധിച്ച് അതിനെ വളർത്തി ഇപ്പം നല്ല മിടുക്കനായ ഒരു എഞ്ചിനീയറായി മാറി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് അവനൊരു അനിയനും ഉണ്ടായി. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അമൃതാനന്ദമയി ദേവിക്ക് ആശംസകൾ.